ജോസ് കെ മാണി സംസാരിക്കും. നേതാക്കന്മാരെ വാടകയ്ക്കുവാൻ വേണ്ടി EDയെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത്രയും നാളും പറഞ്ഞത് എന്തായിരുന്നു? BJP ആയിട്ട് ഡീലാണ് നമ്പർ 1. ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇപ്പുറത്ത് ഇപ്പം എന്നാ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. അത് നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത്. നിങ്ങൾ അന്വേഷിക്കണം അതിപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അല്ല, ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പെരുതമാണ്. അതിനെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട്. 10 വർഷമായല്ലോ ഇതിൻ്റെ പുറമെ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നു. വരട്ടെ. ഈ മുഖ്യമന്ത്രി സ്ഥാനം പോയതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ വന്നതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ കൂടാലോചനകളോ എന്തെങ്കിലും ആശയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പെരുതം എന്ന് പറയുമ്പോൾ എല്ലാം കാണും. കൃത്യമായി അദ്ദേഹത്തിന് മറുപടി പറഞ്ഞല്ലോ. അതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഏത് അന്വേഷണം നേരിട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്ത് വേണേലും ആയിക്കോട്ടെ, കൃത്യമായിട്ട് കണക്കനുസരിച്ച് എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് എല്ലാം കൃത്യമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. 6:30 തുടങ്ങിയ റെയ്ഡാണ്. 7:32 പ്രേക്ഷകരെ കേരളത്തെ ആ റെയ്ഡ് വിവരങ്ങൾ അറിയിച്ചത് 24 ആണ് ആദ്യമായി പ്രേക്ഷകരെ ആ വാർത്ത അറിയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റും 6 സെക്കൻഡും ആകുന്നുണ്ട്. അത്രയും സമയം ഏകദേശം ഒരു 3 മണിക്കൂറിലധികം സമയമായി, 3.5 മണിക്കൂറോളമായി ആ റെയ്ഡ് 12 സ്ഥലങ്ങൾ ഒരേപോലെ പുരോഗമിക്കുകയാണ്. പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ, അവിടുത്തെ കണ്ണൂരെ വീട്ടിലടക്കം, ശശിധരൻ കർത്തയുടെ വീട്ടിൽ, ഓഫീസിലടക്കം, അദ്ദേഹത്തിന്റെ മകനടക്കം, അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വീട്ടിലടക്കം, നമുക്കറിയാത്ത മറ്റു മേഖലകളിൽ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും 12 സ്ഥലങ്ങളിൽ ഒരേ സമയം ഇപ്പോൾ റെയ്ഡ്, 40 അംഗ സംഘം 12 ബാച്ചുകളായി തിരിഞ്ഞുള്ള റെയ്ഡ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങൾ കയറിപ്പോയ ഉദ്യോഗസ്ഥർ വാതിലടച്ച് അകത്ത് റെയ്ഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3-3.5 മണിക്കൂറിലധികം സമയമാകുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ അതിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ടോ, അതിനപ്പുറം അടുത്ത സ്റ്റെപ്പിലേക്ക്, അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് ഈ സമയത്ത് കടക്കുമോ എന്ന കാര്യം ഒന്നും നമുക്കറിയില്ല. എന്തായാലും CPM അതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM-ന് തീരുമാനം. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നല്ല. ദീർഘകാലമായി കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ വളരെ സജീവ ചർച്ചയ്ക്ക് വിധേയമായ ഒന്നാണ് ഈ മാസപ്പടി കേസ്. അത് ഒരു പത്രത്തിന്റെ ബൈലൈനിൽ കൂടി വന്നതാണ്. അപ്പോൾ തന്നെ SFIയോട് അന്വേഷണ കണ്ടെത്തലായിരുന്നു ആ പത്രത്തിൽ ബൈലൈനായി ബിനീഷ് കോടിയേരി, ആ പത്രത്തിന്റെ ബൈലൈൻ ഒരു ലേഖനമായി വന്നത്. അപ്പോൾ തന്നെ അത് SFIO റിപ്പോർട്ട് അവിടെ സമർപ്പിച്ച് ദീർഘനാളുകൾക്ക് ശേഷമാണ് ആ വാർത്ത പുറത്തേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തോളത്തിന് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് എന്ന സൂചന അപ്പോൾ തന്നെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് പല അന്വേഷണങ്ങളും നമ്മൾ കണ്ടു. അതിൽ പ്രധാനമായും ഈ SFIO റിപ്പോർട്ട് ഒരുപക്ഷെ അത് പെനാൽറ്റിയിൽ ഒതുങ്ങി തീർന്നതാണ്. അത് CMRL വരവിൽ അല്ലെങ്കിൽ അതിന് ചെലവ് പെരുപ്പിച്ച് കാണിച്ചു എന്നതടക്കം, വീണ വിജയന് പണം നൽകിയത് അത് പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളായതുകൊണ്ടാണ് എന്ന സൂചന അടക്കമായിരുന്നു SFIO റിപ്പോർട്ട്. പക്ഷേ SFIO അത്തരത്തിൽ അത് പെനാൽറ്റി അടച്ച് ആ കേസ് ഒത്തുതീർപ്പാക്കിയതാണ്. അതിനുശേഷം അതിലെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് ഈടി വരുന്നതോടുകൂടിയാണ് അതിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവുന്നത്, അഴിമതി ആരോപണം ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക്, അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ 1.72 കോടി രൂപ കൈമാറി എന്നതാണ് ആ കേസിൽ ഇപ്പോൾ അന്വേഷണം നിൽക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. SFIO കണ്ടെത്തൽ പ്രകാരം ആ തുക 2.7 കോടിയോളം വരും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അത് കേവലം 2 സ്വകാര്യ കമ്പനികൾ തമ്മിലെ ബിസിനസ് ഇടപാടല്ല എന്ന നിലയ്ക്കും അതിലൊരു അഴിമതി ഉണ്ട്, ഒരു ക്വിഡ് പ്രോക്കോ എന്ന മറ്റൊരു അഴിമതി ഉണ്ട് എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.